ഗൈസ് വെൽക്കം ബാക്ക് ടു ബോബൺ ബോണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പോഡ്കാസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. 2 weeks ഓൾമോസ്റ്റ് 2 weeks കഴിഞ്ഞു. 2 weeks കഴിഞ്ഞു. നമ്മൾ എൻ്റെ വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഡു ചെക്ക് ഔട്ട് വ്ളോഗ്സ്. വലിയ കാര്യമൊന്നുമില്ല, വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ അതിന്റെ ഒക്കെ ഓരോ ക്ലിപ്സ് എടുത്തിട്ട് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാണ്. വാലും മൂടും ഇല്ലാത്തൊരു വ്ളോഗ്. അങ്ങനെ അത് കഴിഞ്ഞ വീക്ക് എടുത്ത വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോ ഇന്നത്തെ വിഷയം ഇന്നങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, എല്ലാ ദിവസത്തെയും പോലെ തന്നെ. ഇന്നും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, ഒരു വിഷയമില്ല. കറന്റ് സിനാരിയോസ്, അതായത് വേൾഡ് വാർ 3 ഹാപ്പനിങ് ആണോ? ഹാപ്പനിങ് ആണ് പറയാം നമുക്ക്. കാരണം എല്ലാരും അതിന്റേതായ ഒരു ടെൻഷനിലും കാര്യങ്ങളിലാണ്. ചൂട് പിടിച്ചു കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ ടൈറ്റൻ ആയ പോലെയാണ് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. ഗവൺമെന്റ് വരെ നല്ല രീതിക്ക് അതിലേക്ക് തുടങ്ങി. കാരണം ഓരോ ദിവസം പോകുന്നതും സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുക. ഓരോ ആൾക്കാരും ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ LPGക്ക് ക്ഷാമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, ഓൾമോസ്റ്റ് എവരി ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഷട്ട് ഡൗൺ ആണ്. നമ്മുടെ ഇവിടെ തന്നെ കുറെ ഹോട്ടലുകൾ ഇല്ല, ഇപ്പൊ 1-2 എണ്ണം മാത്രമാണ് ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളൂ. ക്ലോസ് ചെയ്ത് പറഞ്ഞത് ഇപ്പൊ തുറന്നിട്ടുള്ളൂ. ഇന്നലെ ഞാൻ എന്താ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ തോന്നുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഹോട്ടലുകാർ തന്നെ കഴിഞ്ഞ ദിവസം ഫ്രീക്വന്റ് ആയിട്ട് വേറെ സാധനം കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോട്ടലുകാർ ഒരു പരസ്യം പോയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാസും കുറ്റി അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 month ഫ്രീ ബിരിയാണി. അപ്പോ ഗ്യാസും കുറ്റി കൂടുതലുള്ളവർ കൊണ്ടു കൊടുക്കുക, ഒരു മാസത്തേക്ക് ഫുൾ ബിരിയാണി ആക്കുക. എങ്ങനെ നോക്കിയാലും ലാഭമാണ് അല്ലെ? ഒരു ഗ്യാസും കുറ്റിക്ക് 1000 രൂപ, 960 രൂപ, 1000 രൂപയുടെ ഉള്ളിൽ ഇപ്പൊ ഒരു 10 ദിവസത്തെ ബിരിയാണി, നമ്മള് 10 ദിവസം ബിരിയാണി വെച്ചാൽ തന്നെ 1000 രൂപയായി. സോ അതെ, അപ്പൊ ഒരു മാസം കഴിച്ചു കഴിഞ്ഞാൽ അതെ വാല്യൂ ഫോർ മണി. പക്ഷെ പിന്നെ വെച്ചാൽ വീട്ടിൽ നിന്ന് ഉമ്മമാരുടെയും അമ്മമാരുടെയും അടി പ്രോബ്ലം, അതൊരു പ്രശ്നമാണ്. മുഖത്ത് വെട്ടിടാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഗ്യാസ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഗ്യാസ് കിട്ടാനുള്ള ഈ ഫ്ലാറ്റിൽ അങ്ങനെ താമസിക്കുന്നവർക്കാണ് അധികം ബുദ്ധിമുട്ട്. കുറച്ചും കൂടി അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഇൻഡക്ഷൻ സ്റ്റൗ ആണുള്ളത്. പക്ഷെ കറണ്ട് ബില്ല് എളുപ്പല്ല സഹോദര, നല്ല വിലയാണ്. അതായത് കറണ്ട് ഇൻഡക്ഷൻ സ്റ്റൗ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വലിയാണ്. പിന്നെ അതില് വരുന്ന ആ കറണ്ട് ബില്ല് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയില്ലേ. ഇപ്പൊ നമ്മുടെ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഈ അടുപ്പിലേക്ക്, ഐ മീൻസ് പുകയടുപ്പിലേക്ക് മാറിയിട്ടില്ല. നമ്മള് ഗ്യാസ്, ഇൻഡക്ഷൻ, ഇലക്ട്രിക്, ഇതാണ് നമ്മുടെ ഇവിടെ. ഇപ്പൊ നമുക്ക് ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉള്ളൂ. ഗ്യാസ് സ്റ്റവ്, എയർ ഫ്രയർ, ഫുൾ. പിന്നെ ഇലക്ട്രോണിക്കലും പിന്നെ ഗ്യാസും, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇപ്പൊ അടുപ്പൊന്നും ഇല്ല. നമ്മൾ തന്നെ ഇപ്പൊ മറ്റേ ഗ്രില്ല് പരിപാടിക്കൊക്കെ നമ്മൾ മറ്റേ കട്ട കുത്തി വെച്ചിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യാറ്. അപ്പൊ ഇവിടെ അങ്ങനെ ഇതില്ല. പക്ഷെ തറവാട്ട് വീട്ടിലൊക്കെ എന്റെ വീട്ടിലുണ്ട്, ഒരു ഭംഗിക്ക് അവിടെ ഉണ്ട്. ഭംഗിക്ക് വേണ്ടി മാത്രം ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ആരും യൂസ് ചെയ്യാത്ത. ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, മടക്കും. പിന്നെ അതുകൊണ്ട് വലിയ പക്ഷെ LPG ഷോർട്ടേജ് കുറച്ചും വേണമെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടെ അവൈലബിലിറ്റി കിട്ടുന്നുണ്ട്. തീരെ കിട്ടായിക്കല്ല വേണേ, അതായത് കൊമേഴ്ഷ്യലുകാർക്ക് അതായത് ഈ ബിസിനസ് പർപ്പസിനായിട്ടില്ല, ഹോട്ടൽ അങ്ങനെയുള്ള പർപ്പസിനാ അവർക്കാണ് കുറച്ചുകൂടെ ടൈറ്റ് വന്നിരിക്കുന്നത്. 5 സിലിണ്ടേഴ്സ്, 6 സിലിണ്ടേഴ്സ് ഡെയിലി. അപ്പൊ അവർക്കാണ് ക്ഷാമം എന്നുള്ളത്. ഇപ്പൊ നമ്മളെപ്പോലെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റിലുള്ളവർക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സിലുള്ളവർക്ക് ബുക്കിങ്ങിന് ടൈം പറയുന്നുണ്ട്. ഒരു ബുക്കിംഗ് കഴിഞ്ഞാൽ 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസത്തിന്റെ ഇടയിലാണ് അടുത്ത ബുക്കിംഗ്. ഒരു കുറ്റി ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ 1 മന്ത് പോരാ, 2 മാസം ഒക്കെ നിൽക്കൂല. 1.5 മാസം കൂട്ടിയാലും. ഇപ്പൊ നമ്മുടെ യൂസേജ് ആണെങ്കിൽ 1 മന്ത് ഉണ്ട്. നമ്മുടെ യൂസേജ് എന്ന് വെച്ചാൽ സാധാരണ നോർമൽ കുക്കിംഗ് ഉണ്ട്. ഈ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരുമ്പോഴാണ് നമ്മൾ ഓവർ കുക്കിംഗ് ആയിട്ടുള്ള അതും ഇതൊക്കെ ചെയ്തിട്ടുള്ള കുക്കിംഗ് വരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 1 മന്ത് 1.5 മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ചുമ്പോ വലിയ ഷോർട്ടേജ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഓരോ കാര്യങ്ങളും മാറി തുടങ്ങി. ഇപ്പൊ എനിക്കൊന്നും 2 ദിവസം മുന്നേ ആണെന്നോ പ്രധാനമന്ത്രി മറ്റേത് പറഞ്ഞ ലോക്ക്ഡൌൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതില് കുറെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരാൾ ഉദ്ദേശിച്ച കൺവേ ചെയ്യാൻ വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ഒക്കെ നമ്മൾ അങ്ങനത്തെ മറ്റേ കൊറോണ ഒക്കെ നമ്മൾ തരണം ചെയ്ത് വന്നു. അപ്പൊ ഇതും നമ്മൾ അതുപോലെ തന്നെ തരണം ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലാണ് ആള് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ അത് ലോക്ക്ഡൌൺ ആണ്, അല്ലാതെ മറ്റേ കൊറോണ കാലഘട്ടത്തെ പോലെ പുള്ളി ഒരു ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാരും വീടുകളിലിരിക്കുക ആ ഒരു സിറ്റുവേഷൻ അല്ല. എനർജി ലോക്ക്ഡൌൺ ആണ്, എനർജി ലോക്ക്ഡൌൺ ആണ്. അതും ഇല്ല, അതിന്റെ ആവശ്യമില്ല അല്ല അതിന്റെ ലോക്ക്ഡൌണിന്റെ ഒരു ആവശ്യകതയിലേക്ക് വരുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതായത് ആൾക്കാർ കൂടുതൽ പാനിക് ആവാൻ തുടങ്ങി. കാരണം പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര പാനിക് ആയി. ആകെ ഗ്രോസറി മേടിക്കാൻ ഓടുന്നു, പെട്രോൾ മേടിക്കാൻ ഓടുന്നു, ആകെ ബഹളായി. പക്ഷെ അത് എന്താ പറയാ, ഇത്രയും ഒരു ലോക്ക്ഡൌൺ ലൈക്ക് സിറ്റുവേഷനിലേക്ക് അതിലേക്ക് എത്തിയ ഒരു പ്രോബ്ലം ആയിട്ടില്ല ഇതുവരെ. ഇല്ല, അതിന്റെ അത് അങ്ങോട്ട് എത്തില്ലെന്നാണ് പറയണേ. അവിടെ ഇപ്പൊ കറന്റ്ലി അവർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, അങ്ങോട്ട് എത്തത്തില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഈ പെട്രോളിന് ക്ഷാമം കുറവൊന്നുമില്ല, പെട്രോളൊക്കെ കിട്ടാനുണ്ട്, ഡീസലും കിട്ടാൻ. അത് കുറച്ച് ദിവസം മുന്നേ ഏതൊക്കെ പമ്പുകളിൽ പെട്രോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതിന്റെ റീൽസ് കണ്ടിരുന്നു. അത് ഷോർട്ടേജ് വരുന്നതാണ്, അവർക്ക് സ്റ്റോക്ക് വരുന്നത്, സപ്ലൈ കൊടുക്കുന്നവർക്ക് സ്റ്റോക്ക് വന്നാലാണ് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സ്റ്റോക്ക് അവിടെയും കുറവായിരിക്കും. അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസത്തെ റിഫൈനറിയിൽ സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്, ഇവർക്ക് സപ്ലൈ ചെയ്യുന്നതിൽ ഷോർട്ടേജ് വരുന്നത്. ഇപ്പൊ നമുക്ക് സിലിണ്ടർ കിട്ടാനുള്ള ഷോർട്ടേജ് മനസ്സിലായി സാധനം ഉണ്ടെന്നാണ് ഇതുപോലെ ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ട്. അതെ, കപ്പലുകൾ ഓരോന്നോരോന്നായിട്ടാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോന്ന് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം സാധനങ്ങൾ മീൻസ് ഗ്യാസിനെ ഒന്നും ഇതുവരെ തീരെ കിട്ടാത്ത ഒരു സെറ്റപ്പിലേക്ക് എത്തില്ല. പിന്നെ കുറച്ചും കൂടെ എല്ലാവരും യൂസേജ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പണ്ടത്തെ പോലെ വലിച്ചു വാരിയിട്ട് യൂസ് ചെയ്യണതിന് പകരം നമ്മളൊന്ന് മൈൻഡിലൊന്ന് ചിന്തിച്ച് ഒന്ന് യൂസ് ചെയ്യാം, കൈ പിടിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതും വ്യാജനല്ല. അത് അവര് ചിലപ്പോ അങ്ങനെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഈവൻ തോ അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളി നെറ്റ്വർക്ക് ഷട്ട് ഡൗൺ ഒന്നും വരത്തില്ല. ഉള്ളതിൽ നെറ്റ്വർക്ക് സ്പീഡിലാണ് പിന്നെ ഒരു കുറവ് വരിക. ഇൻ കേസ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ കാര്യങ്ങളിൽ അതിൽ എന്തെങ്കിലും ഒരു പുതിയ വഴി കാണും. അല്ലെങ്കിൽ സ്റ്റാർലിങ്ക് ഒക്കെ പോലത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംഭവത്തില് കാലത്തില് നെറ്റ്വർക്ക് ഇല്ലാതെ ഒരു വക പരിപാടി നടക്കില്ല. അത് ഒരു സാധാരണക്കാരൻ തൊട്ട് ഒരു ഡിഫൻസില് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സംഭവത്തിനും നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും നെറ്റ്വർക്ക് മിലിറ്ററിക്ക് ആയാലും ഒക്കെ അവർക്കൊക്കെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യമുള്ള സംഭവം. അത് പെട്ടെന്ന് അങ്ങനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് നിർത്താനുള്ള സെറ്റപ്പ് ഒന്നും പറ്റില്ല. പിന്നെ അത് ഇവര് പറഞ്ഞ നമുക്കൊക്കെ മറ്റേ കേബിൾ ത്രൂ ആണ് നെറ്റ് വരുന്നത്. അത് കട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഐ മീൻസ് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായാൽ കൂടി ഇപ്പൊ അതിന് വേറെ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അന്ന് ട്രിപ്പ് പോയപ്പോ അവിടുത്തെ വൈഫൈ സിസ്റ്റം അത് മറ്റേ വയർലെസ് അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ട്. അത് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. അതിപ്പോ യൂസ് ചെയ്യണ എന്താ അതുപോലെ തന്നെയാണ് ഈ സ്റ്റാർലിങ്ക് ഒക്കെ വരുന്നത്. ഇലോൺ മസ്കിന്റെയാണ് സ്റ്റാർലിങ്ക് വരുന്നത്. ഉക്രൈനിലൊക്കെ വാറൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് ഈ നെറ്റ്വർക്ക് ഒക്കെ ഫുള്ള് പോയിണ്ടാവില്ല, ഗ്രൗണ്ട് കംപ്ലീറ്റ് പോയല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ അവിടെ സ്റ്റാർലിങ്ക് മറ്റേ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവിടുത്തെ ആൾക്കാർക്കൊക്കെ നെറ്റ്വർക്ക് കുറച്ച് കിട്ടിയായിരുന്നു. സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് ത്രൂ ഇവിടുന്ന് അങ്ങോട്ട് വിടുക, അവിടുന്ന് ഇങ്ങോട്ട് വിടുക, ബൂസ്റ്റിംഗ് പരിപാടി. അത് സ്റ്റാർലിങ്ക് ഒക്കെ കിട്ടും. ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് നെറ്റ്വർക്കിന്റെ ക്ഷാമൊന്നും എന്താ പറയാ ഈ ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊന്നും കാണുന്ന പോലത്തെ ഒരു പ്രശ്നം വരത്തില്ല. പറഞ്ഞ പോലെ ഒന്ന് ചൂട് പിടിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയാ. പിന്നെ മിൽക്ക് ചെയ്യണതാണ് കുറച്ച് പേരും കൂടുതലൊക്കെ കണ്ടത്. ചെറിയ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയണത് അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടുന്നു അത് വെച്ചിട്ട് അങ്ങോട്ട് മിൽക്കിങ് അതങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് അടിക്കുകയാണ്. ഈ പറഞ്ഞ ആള് പോലും വിചാരിക്കാത്ത ഒരു 500 കാര്യങ്ങളാണ് പടച്ചു വിടുക. അത് കൂടുതൽ ആൾക്കാരെ പാനിക് ആക്കുള്ളൂ. അതെ, അതൊന്നും ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്കും ഇനി വരാനുള്ള സാഹചര്യം എങ്ങനെയാ എന്തൊക്കെയാണെന്ന് നമുക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അല്ലെ വാർലൈക്ക് സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒന്നും പറയാനൊന്നുമില്ല. വരാതിരിക്കട്ടെ. ഈ അടുത്ത് ശ്രീലങ്കയുടെ അടുത്താണ് ഇറാന്റെ ഒരു കപ്പല് അമേരിക്ക പൊട്ടിച്ചിട്ടെ. ശ്രീലങ്ക എന്നൊക്കെ കാണുമ്പോൾ അത്ര ദൂരെ കിടക്കണമെന്നില്ല. ഇവിടെ ഇന്ത്യയുടെ നമ്മുടെ താഴെ കിടക്കണ സ്ഥലമാണ്, ഇവിടെ തൊട്ടടുത്ത് കിടക്കണ സ്ഥലമാണ്. അപ്പോ അങ്ങനെയൊക്കെ ട്രംപ് ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല ആർക്ക്. ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപ് ശരിക്കും പെട്ടു. അതായത് 4 സൈഡിൽ നിന്നും പട്ടിലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഇനി അതായത് ഇപ്പൊ അമേരിക്കയുടെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ പ്രസിഡന്റ് കയറി യുദ്ധം തുടങ്ങിക്കോന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അത് എപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത്ര ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ വാർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഈ അമേരിക്കൻ കോൺഗ്രസ് ഇപ്പോൾ അവർ പറയില്ലല്ലോ ഫുള്ള് യുദ്ധം ചെയ്തു. അതായത് ട്രംപ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഈ പ്രസിഡന്റ് ഇഷ്ടത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പോലെ പാർലമെന്ററിയിലൊക്കെ ഉള്ള പോലെ തന്നെ സകല പരിപാടികളും എല്ലാവരും പാസ്സാക്കിയാലാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഈവൻ തോ ട്രംപ് പറയുകയാണെങ്കിൽ തന്നെ ഇത്ര ഡേയ്സ് അവർക്ക് വാർ ചെയ്യാം, മറ്റേ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ബാക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് കഴിഞ്ഞ ദിവസം അമേരിക്ക മിലിറ്ററിനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോഴാണ് നമ്മുടെ ആള് പോയിട്ട് സീസ് ഫയർ വിളിച്ചത്. അല്ലാണ്ട് ഇറാന്റെ അടുത്ത് സ്നേഹം മൂത്തിട്ട് സീസ് വിളിച്ച കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സീസ് ഫയർ വിളിച്ചിട്ട് ട്രംപ് ട്വീറ്റ് ചെയ്തു, ഞങ്ങള് സമാധാന ചർച്ചയിലേക്ക് വിളിക്കുന്നുണ്ട്, ഇറാൻ വരണം, അല്ലെങ്കിൽ വരണം എന്നല്ല, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ആക്കാണ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് തന്നെ ഇറാൻ ഇട്ടുണ്ടായിരുന്നു, ഒരു മട്ടയും സംസാരിക്കണില്ല, ആരും വർത്താനം പറഞ്ഞില്ല, അടിച്ചു തുടങ്ങിയില്ല, ഇനി അടിച്ചിട്ട് വർത്താനം പറയാന്നുള്ള രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ ട്രംപ് വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാനിലത്തെ മുൻ പ്രസിഡന്റിനൊക്കെ അടിച്ചിട്ടു, അവരേനൊക്കെ കൊന്നു, ഇനിയിപ്പോ ഇറാൻ സറണ്ടർ ചെയ്യും അല്ലെങ്കിൽ തോറ്റു മടങ്ങി നിൽക്കും എന്നുള്ള സെറ്റപ്പായിരുന്നു. പക്ഷെ അത് അവിടെ ട്രംപിന് തെറ്റി. ഇതിപ്പോ അവര് നിർത്തണില്ല. ട്രംപിനാണെങ്കിൽ ഇതിപ്പോ നിർത്താനും പറ്റണില്ല. നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാ മൂപ്പരാള് പൊട്ടനായി എന്നുള്ള പോലത്തെ പേര് വരും, അല്ലെങ്കിലോ പൊട്ടനാന്നുള്ള പേരാണ് എല്ലായിടത്തും. ഇപ്പൊ അതൊക്കെയാണ് കാരണം. പിന്നെ ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവല്ലേ? ഇതിന്റെ ഇടയില് നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ഷൻ ആണ്, ഇന്ത്യയിലെ ഇലക്ഷൻ ഉണ്ട്. ഇന്ത്യയില് നമ്മുടെ ഇവിടെ ഇപ്പൊ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9-ാം തീയതിയാണ് ഇലക്ഷൻ വരുന്നത്. ബീഹാറിലും ആസാമിലും അവിടെയൊക്കെ 29-ാം തീയതിയാണ് ഇലക്ഷൻ വരുന്നത്. അവിടെ ഇപ്പൊ ഇന്ത്യയിലിപ്പോ അതിന്റെ ചൂട് അത് അതിന്റെ വഴിക്കും പോണുണ്ട്. ആര് ജയിക്കുന്ന കേരളത്തിലോ വല്ലാത്തൊരു ചോദ്യം കേട്ടാ. BJP പാർട്ടിക്കാർ ഇടിക്കോ? തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു മെജോറിറ്റി പീപ്പിൾസ് പറയുന്നു BJP കൊല്ലം ഈ പ്രാവശ്യം കേറുമെന്ന്. കേറില്ല 100%. BJP കേറില്ല. കോൺഗ്രസിന് ചാൻസ് ഉണ്ട്. ഞാനും ചാൻസ് വെക്കുന്നത് കോൺഗ്രസിന് ചാൻസ്. LDF മൊത്തത്തിൽ പഴച്ചു. LDF കുറെ വീഴ്ചകൾ പറ്റിയ ആൾക്കാർ കുറെ തിരിഞ്ഞു. അതായത് കോൺഗ്രസ് ഇപ്പൊ നമ്മൾ സഖാക്കളെ, അതായത് പിന്നെ കമ്മ്യൂണിസം നല്ലതാണ് ശരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ എല്ലാരെയും അല്ല പറയുന്നത്, ചില ആൾക്കാർ മാത്രം. അവരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല സഖാക്കളുണ്ട്. ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന 1-2 പേരുടെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിയത് കാരണം എല്ലാവർക്കും കോൺഗ്രസിലേക്ക് ചായാനുള്ള ചാൻസസ്. പിന്നെ 10 വർഷം ആയില്ലേ ഇപ്പൊ ഒരു പാർട്ടി, അപ്പൊ ഒരു ചേഞ്ച് ആൾക്കാർ ആഗ്രഹിക്കും. കാരണം എല്ലാരും ചോദിക്കുന്നു 10 വർഷമായിട്ടും എന്ത് കൊണ്ടുവന്നു, കുറെ വികസനങ്ങൾ എന്തുകൊണ്ടെന്നു, പിന്നെ അതൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ എല്ലാരും ചോദിക്കണം. വാല്യൂ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാരും ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 10 വർഷം ഒരു ഭരണത്തിൽ ഇരുന്നിട്ട് അവരെന്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോ ഒന്നുമില്ല. ആദ്യത്തെ പാർട്ടി അല്ലേ 10 കൊല്ലം കണ്ടിന്യൂസ് ഭരണം കിട്ടണേ? ആണെന്ന് തോന്നുന്നു, ആണെന്നാണ് എന്റെ അറിവ്. വേറൊരു പാർട്ടി ഇതേപോലെ 10 വർഷം ഇരുന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്റെ അറിവിൽ ആദ്യത്തെ പാർട്ടിയാണ് ഒരു പാർട്ടി 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞാല് പിണറായി വിജയനെ പറയുമല്ല, പുള്ളിയുടെ ഓരോരോ ഭാഷകളും ഓരോരോ ആക്ഷൻസും അത് കഴിഞ്ഞ ദിവസം സുജിത് ഭക്തന്റെ വീഡിയോ പോഡ്കാസ്റ്റിൽ മൂപ്പരാള് കുറെ, അതായത് ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇന്നതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഭക്തൻ ചെറുതായിട്ട് എന്താ പറയാ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോ പുള്ളി അങ്ങനെയല്ല, ഇതിങ്ങനെയാണോ. ഞാൻ അന്ന് ഉദ്ദേശിച്ചത് അതല്ല, മറ്റേ കടക്ക് പുറത്ത് സാധനം, ഞാൻ ഒന്ന് കടക്ക് പുറത്തേക്ക് നിൽക്കൂ എന്നാണ്, പുറത്തേക്ക് നിൽക്കൂ എന്നാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ പുള്ളി കടക്ക് പുറത്തുനിന്ന് ആ ടോണിൽ പറയുമ്പോ അതേപോലെ വീണ്ടും വന്നിട്ട് പറയാൻ പറ്റില്ല. നമ്മളത് ന്യായീകരിക്കും, നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ചെയ്ത് തേച്ച് മിനുക്കി ഒന്ന് പുറത്തേക്ക് നിൽക്കൂ സഹോദര എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഏജ് കാറ്റഗറി എടുക്കാം. നമ്മുടെ ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരോട് അങ്ങനെ ഒരു ഭാഷയിൽ സംസാരിച്ച പ്രതികരണം എന്തായിരിക്കും? പുളിയത്തില്ല. കാരണം ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ് നമ്മുടെ പോളിസി. ഇപ്പൊ നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഇപ്പൊ നമ്മളെക്കാൾ മുതിർന്നവരായാലും ചെറുതായാലും അങ്ങനെയാണ് നമ്മളെ. നമുക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടിയാ ഓക്കെ, നമ്മൾ തിരിച്ചു റെസ്പെക്ട് ചെയ്യും. ഇങ്ങോട്ട് ഇല്ലെങ്കിൽ തിരിച്ചു നമ്മൾ റെസ്പെക്ട് ചെയ്യില്ല. അതാണ് ഇപ്പോഴത്തെ പോളിസി. പുള്ളി മുഖ്യമന്ത്രിയാണ്, അതൊക്കെ ഓക്കെ, മുഖ്യമന്ത്രിയാണ്, നമ്മളെ നല്ല പുള്ളി മുഖ്യമന്ത്രി, ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയാണ്. 10 വർഷം ഇരുന്ന് ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, 10 വർഷം ഇരുന്ന്, അതൊക്കെ ഓക്കെ. എന്ന് വെച്ചാൽ ജനങ്ങളെ മണ്ടന്മാരാക്കുക, അല്ലെങ്കിൽ ജനങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു അങ്ങനെ ആളങ്ങനെ ആക്കിന്നല്ല പറഞ്ഞേ. ഈവൻ തോ എല്ലാവർക്കും അങ്ങനെ ഒരു തോട്ട്
തോട്ടു കാരണം പുള്ളിയുടെ ഓരോ ഇന്റർവ്യൂലും ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ആൾക്ക്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയുടെ ഒരു ആൾക്കൊരു അഹങ്കാരം കേറിയ പോലെ പ്രായത്തിന്റെ മേ ബി ശരിക്കും പറഞ്ഞു ഇതിനൊക്കെ ഏജ് വെക്കേണ്ട ലിമിറ്റ് വെക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും പ്രായമായ ആൾക്കാർ ഇവര് പറയണത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കുറച്ചും കൂടെ യങ് ആക്കണം. അതായത് എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 55 വയസ്സ്, 55 വയസ്സ് നമ്മുടെ സർക്കാർ ജോലി പോലെ തന്നെ ഒരു 55 വയസ്സ്, 60 വയസ്സ് 60 വയസ്സ് പിടിച്ചു റിട്ടയർമെന്റ് 60 വയസ്സ് വരെയാണ് ഒരാൾക്ക് മറ്റേ പ്രധാനമന്ത്രി ആവാനാ മുഖ്യമന്ത്രി ആവാനാ ഒക്കെ ഇന്ത്യയുടെ ആണെങ്കിലും ഒക്കെ എല്ലാം അങ്ങനെ തന്നെ. ഒരു യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ, അത് അവർക്ക് കുറെ ഐഡിയാസ് ഉണ്ടാവും, അവരുടേതായ പെർസ്പെക്റ്റീവ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടെ നോളജ്. അല്ലാതെ ഇത് കറണ്ട് ആ ജനറേഷന് എന്ത് വേണം എന്നുള്ള ഒരു തോട്ടിന് ഉണ്ടാവും. ഇതിപ്പോ ഈ പ്രായമായ ആൾക്കാർ അറിയിക്കുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ അവർ ആ ഒരു ചിന്താഗതി തന്നെയാണ് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഇങ്ങനെ വരുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോ വന്ദേ ഭാരതിന്റെ സമയത്താണ് തീരദേശ ഹൈവേയുടെ സംഭവമൊക്കെ വരുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ പറഞ്ഞത് എന്തിനാണ് ഇത്ര നല്ല റോഡ്, അല്ലെങ്കിൽ ഈ റോഡിന്റെ ആവശ്യം എന്താണ്, ഇത്ര മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് എത്തണ സംഭവത്തിൽ 2 മണിക്കൂർ കൊണ്ട് എന്തിനെത്തണം? 2 മണിക്കൂറും കൊണ്ടാണ് ചിലപ്പോൾ ചില സ്ഥലങ്ങള് മുന്നേ 7 മണിക്കൂർ 6 മണിക്കൂറൊക്കെ എടുത്തിരുന്ന ട്രാവലാണ് ഇപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂറിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ആവശ്യകത എന്താന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ഒരു വിഡ്ഢി ചോദ്യത്തരങ്ങളാണെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാർ, അതൊക്കെ പഴയ ചിന്താഗതി ആൾക്കാർക്കാണ് അതിന്റെ ആവശ്യകത. ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യം കൂടുതൽ. എല്ലാവർക്കും എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം, ഒരു ഞൊടിയിടയ്ക്ക് എല്ലാം കിട്ടണം. അതെ, കാരണം ഇപ്പോഴത്തെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഏജിലുള്ള പിള്ളേരെ ഇപ്പോഴും നാട്ടിൽ നിൽക്കാത്തതിന്റെ അവസ്ഥ ഇത് ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. വികസനം ഇല്ല. ഇപ്പൊ നമ്മൾ ജോലിക്ക് ഇരിക്കുകയാണെങ്കിൽ സാലറി ഇല്ല. സാലറി പ്രശ്നം ചില്ലറല്ല. അത് ഞാൻ ആ ജോലിക്ക് കയറിയാണ് എനിക്ക് മനസ്സിലായി. ഓക്കെ, സാലറി എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷയമാണ്. അതിലൊരു അറ്റ്ലീസ്റ്റ് അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ എങ്കിലും വരണം. ഇപ്പൊ ഗൾഫിലോ അല്ലെങ്കിൽ ഗൾഫില് പിന്നെ അല്ല അമേരിക്കയിലൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെ. അതെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് ഫ്രഷ് ആണെങ്കിൽ ഇത്ര രൂപ സാലറി, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ സാലറി എന്ന് പറയുന്ന സംഭവം വളരെ സാലറി ഭയങ്കര കുറവാണ്. എന്ത് കുറവെന്ന് മിനിമം വേജസ് ഇല്ല. ഒരു 12,000 രൂപ 13,000 രൂപയൊക്കെ ശമ്പളം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ ശമ്പളം വെച്ചിട്ടൊക്കെ ഒരാൾ എങ്ങനെ ജീവിക്കാനാണ്? ഒരു മാസം തികഞ്ഞു പോയില്ല. അതായത് ഈ 12,000 ഇങ്ങോട്ട് കിട്ടണം, അത് ഫിക്സഡാ, അതില് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ ഈ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇങ്ങനെ വില കയറിയ ടാക്സ് അത് ഇത് ഇങ്ങനെ കയറി വരില്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പൊ ടാക്സ് കൂട്ടി തുടങ്ങി എല്ലാത്തിനും. അതിന് ടാക്സ്, ഇതിന് ടാക്സ്, മറ്റേ ടാക്സ് പറഞ്ഞ് കൂട്ടുന്നുണ്ട്. മറ്റു വഴി കൂടെ കുറയ്ക്കുന്നുണ്ട്, വേറെ പല കാര്യങ്ങളും കുറയ്ക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജീവിതത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് കാരണമാണ് പല ഇഷ്യൂ ഭയങ്കരമാണ്. അതില് ശരിക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇടപെടേണ്ട ഒരു സംഭവമാണ്. പല പ്രൈവറ്റ് ഫേംസ് ആണെന്നുണ്ടെങ്കിലും സാലറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാലറി കൊടുക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ പണിക്കൊരു കുറവില്ല. അതായത് 10,000 രൂപയുടെ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് 20,000 രൂപയുടെ പണി പഠിപ്പിക്കേണ്ടത്. പിന്നെ ഓവർ ടൈം വേറെ, അത് ഇത് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ മോർണിംഗ് 9 to രാത്രി 9. ഇപ്പൊ രാവിലെ 10 മണിയാണെങ്കിൽ പിറ്റേ ദിവസം സോറി അന്ന് 10 to 10 അങ്ങനെ കൂട്ടിയാൽ മതി. അത്രയും അവരൊക്കെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ചത്തുപോകും. ചത്തുപോകണല്ലേ, മടുക്കും, ജീവിതം മടുക്കും. അത്രയും മണിക്കൂർ പണിയെടുത്ത് അവിടുന്ന് വീട്ടിലെത്തി ഒന്ന് കുളിച്ചു കിടന്നുറങ്ങി വീണ്ടും റിപ്പീറ്റ്. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. വേറെ എന്തോ ചെയ്യാൻ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാം അതുമില്ല. അല്ലെങ്കിൽ സന്തോഷം നമുക്ക് അതായത് നമ്മുടെ ഒരു വീക്കെൻഡ് ഉണ്ടോ അതുമില്ല. അതാണ് ചില കമ്പനികളൊന്നും ഞായറാഴ്ച പോലും ലീവില്ല. ഇല്ല, ആകെ ചിലവർക്ക് സാറ്റർഡേ വരെ വർക്കിംഗ്, എന്നിട്ട് ഞായറാഴ്ച ഒരു ദിവസം ലീവ്. ചില കമ്പനിയിൽ ഇപ്പൊ റൂള് വെച്ചിട്ട് വീക്ക്ലി വൺസ് ഓഫ് വേണമെന്നാണ്. പക്ഷെ അതും കൊടുക്കാത്ത കമ്പനികൾ ഇഷ്ടം പോലെയാണ്. പിന്നെ പറഞ്ഞ ഈ ഡ്യൂട്ടി ടൈം അല്ല, ഡ്യൂട്ടി ടൈം ഒക്കെ അത് അവരുടെ ഇഷ്ടത്തിന് വെക്കുന്നതാണ് ഡ്യൂട്ടി ടൈംസ്. പക്ഷെ ഈ ഡ്യൂട്ടി ടൈമിനനുസരിച്ച് സാലറി തരേണ്ടതും 10-12 മണിക്കൂറൊക്കെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അയാളുടെ ശമ്പളമാണ് 11,000 12,000 ഒരു മാസട്ടാ. ഒരു മാസത്തെ സാലറി എങ്ങനെയാ ടാക്കിൾ ചെയ്ത് പോകാൻ വേണ്ടിട്ടാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആള് ആ പുള്ളി സാലറി വാങ്ങുന്നത് ഇപ്പൊ 20-25 രൂപയാണ് പുള്ളി സാലറി വാങ്ങുന്നത്. അവൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അവൻ സാലറി വാങ്ങുന്നത് 20 to 25. പക്ഷെ അവന്റെ ഒരു മാസം ചെലവ് 30 രൂപ 32 രൂപ 40 50 രൂപ ഒരു മാസം ചെലവ് അവന് വരുന്നുണ്ട്. ഇതെങ്ങനെ മാച്ചായി പോകുന്നു അവനും അറിയില്ല, ഇതെങ്ങനെ പോകുന്നു അവനറിയില്ല. അപ്പോഴാണ് പിന്നെ നമ്മള് ലോൺ എടുക്കലായി, പിന്നെ പലിശ എടുക്കലായി, പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച്
ശരിക്കും ഈ സാലറിയുടെ കേസും അതെ അത് ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് ഇപ്പൊ 1-2 ദിവസത്തിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഇതുപോലെ സാലറിയുടെ കാര്യത്തിൽ തീരുമാനം ആവുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അത് അങ്ങനെ ജസ്റ്റ് ഒരു നോട്ടീസ് അടിച്ചിറക്കിയോണ്ടോ അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കിയോണ്ടൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറാൻ പോണില്ല. അതായത് ഇത് പാസ്സാക്കും, ഓക്കെ, എല്ലാം ഓക്കെയാണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ കമ്പനീസും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, ആ ഒരു സംഭവം കൂടെ ഒരു ഗവൺമെന്റ് അവർ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് നോക്കേണ്ട ഒരു സംഭവമാണ്. അല്ലാത്ത പക്ഷം ഇവര് ബില്ല് പാസ്സാക്കി എത്ര പൈസ കൊടുക്കണം നിർബന്ധമുണ്ട്, ആരും കൊടുക്കണം, ആരും കൊടുക്കണില്ല. പിന്നെ ഉള്ള ജോലി സ്ഥലത്ത് ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എനിക്കത് ഇപ്പൊ ഇങ്ങനെ ബില്ല് പാസ്സാക്കി എനിക്ക് ഇത്ര ശമ്പളം കിട്ടണം എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ 2 വരണ്ടെന്ന് പറയും. അതെ, അങ്ങനെയാണ് ഇപ്പൊ കറന്റ് ലൈക്ക് സിറ്റുവേഷൻ. ഇതൊരു എന്താ പറയാ, ഇതൊരു സ്ഥിരമായിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജോലിയുടെ കേസിലായാലും സാലറിയുടെ കേസിലായാലും അല്ലെങ്കിൽ ചെലവുകൾക്ക് കുറയില്ല, വരുമാനം പക്ഷെ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കണം. അതിലൊരു തിരിച്ചു വരേണ്ട സമയമൊക്കെ ഭയങ്കരമായിട്ട് അതിക്രമിച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ലിവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലാവർക്കും. ഈവൻ ത്രൂ ഒരു കൂലിപ്പണിക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഡെയിലി കൂലിക്ക് പണി ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു മാസം 30,000 ഉണ്ടെങ്കിൽ ആ 30,000 പോരാ ജീവിക്കാൻ. അതിനും കൂടുതൽ ഒരു കുടുംബത്തിന് ആവശ്യമുണ്ട്. എന്റെ ഒരു തെറ്റിട്ട് മോനെ കൂലിപ്പണി സത്യത്തിൽ അതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ പണി എളുപ്പാന്നല്ല ഞാൻ അതാണ്. അതായത് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്ലോമ എടുത്തു അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ച് ഒക്കെ കയറുന്ന ഒരാളുടെ ശമ്പളം ഒരു 7,000 to 12,000 രൂപയാണ്. അതിന്റെ ഉള്ളിലാണ്. അത് അവന്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കിട്ടും. ഒരു മാസം പോയി കിട്ടണതാണ് ഈ 12,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ വെച്ചിട്ട്. അതേസമയം ഇതേ പയ്യൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആള് ഒരു പെയിന്റ് പണിക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു തേപ്പ് പണിക്ക് പോയാലോ 1,200 രൂപയാണ്. 1,000 രൂപ. ഞാൻ ഈ പണിയൊന്നും മോശമെന്നല്ലാട്ടാ പറയുന്നത്. എല്ലാ പണിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഇത്രയും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ കിട്ടുന്ന ഒരു ജോലിയുടെ ശമ്പളം ഇതാണ്. ഇത് അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു സ്കിൽഡ് ലേബറിലേക്ക് വേറെ എന്തെങ്കിലും ഇപ്പൊ ഇതുപോലെ ഈ പെയിന്റ് പണിയോ ഇപ്പൊ ഇതൊക്കെ സ്കിൽഡ് ലേബറാണ്. ഒന്നും പറ്റാത്ത വെറുതെ അങ്ങോട്ട് പോയിട്ട് പെയിന്റ് എടുത്ത് അങ്ങനെ ബ്രഷ് എടുത്ത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാലൊന്നും പരിപാടികളൊക്കെ ഇല്ല. അതും പഠിച്ചിട്ടൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും സ്കിൽ ത്രൂ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് 1,000 രൂപ 1,100 രൂപ 1,200 രൂപ ശമ്പളം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ മന്ത്ലി നല്ലൊരു എമൗണ്ട് ആയി. മന്ത്ലി അപ്പോ അങ്ങനെ കൂട്ടി വരുമ്പോ ഈ ഒരു IT പ്രൊഫഷണലൊക്കെ കിട്ടുന്ന പോലത്തെ പൈസ ഒരു ഐടിക്കാർക്ക് ഒരു മിനിമം വേജസ് കിട്ടുന്ന സാലറി ഒരു കൂലിക്കാരന് ഇപ്പൊ കിട്ടുന്നുണ്ട്. അങ്ങനെ ഡെയിലി കൂലിയായിട്ട് കിട്ടുന്ന പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ചും ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല. ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടാലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ഡെയിലി എത്രയാ? 300 രൂപ, 550 രൂപ, മാക്സിമം 550 രൂപ. അതിനും കൂടുതൽ ഇല്ല ഡെയിലി വേജസ് ഉള്ളൂ. ഇത് കൂട്ടേണ്ട സമയമൊക്കെ അതിനുള്ള ഒരു മറ്റേ ചില കമ്പനികളിൽ ലീവ് ഉണ്ട്, ചില കമ്പനികളിൽ മാസം ലീവില്ല. അവര് സാലറി കട്ടിങ് പറയുമ്പോൾ ഞാൻ ലീവേ ഇല്ല, പെയ്ഡ് ലീവ് ഇല്ല, അവർക്കൊന്നുമില്ല. വീക്ക് ഓഫ് ഇല്ലേ? വീക്ക് ഓഫ് ഇല്ല. കേമയിലെ മൺഡേ ടു സൺഡേ അവിടെ പണിയാണ്. പണി ലീവ് എടുക്കണം, എടുത്തു അന്നത്തെ സാലറി കട്ട്. ആകെ കിട്ടണത് 12,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ. അതിന്റെ ഇടയിൽ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ട്. തീരുമാനമായില്ലേ? ഒന്നും വേണ്ട, ഒരു ചുമ ദിവസം വന്നു കഴിഞ്ഞാൽ അന്ന് പോയി 500. അതെ, അത് പഠിച്ചിട്ടാണെങ്കിൽ പയ്യന്റെ ഭഗവാൻ. അതെ, ഈ പറഞ്ഞ അതുപോലെ തന്നെ PSC ഇതിൽ മാറ്റം വരുത്തേണ്ട മറ്റൊരു കാര്യം PSC കൂടി. PSC മാറ്റം വരുത്തും. കാരണം കുറെ ആൾക്കാർക്ക് എഴുതി റാങ്കിൽ മറ്റേ ലിസ്റ്റിൽ വന്ന് പേര് കിട്ടിയിട്ടും ജോലി കയറാൻ പറ്റാത്ത ആൾക്കാർ കൂടി വേണ്ട. അതുകൊണ്ട് വേക്കൻസീസ് ഉണ്ട്. അതിലേക്ക് വേഗം എടുക്കുന്നില്ല. വേക്കൻസീസ് ഇഷ്ടം പോലെ ഉണ്ട്, അതിലേക്ക് എടുക്കുന്നില്ല ആൾക്കാരെ. പിന്നെ അതേപോലെ തന്നെ ഈ ഇഷ്ടംപോലെ വേക്കൻസി വന്നിട്ടും വിളിക്കുന്നില്ല. പിന്നെ എനിക്ക് വേറെ ഒരു സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നോക്കം പിന്നോക്കം ഇല്ലേ, അതൊന്നും മാറ്റേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞു. അതായത് വളരെ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജനറൽ സീറ്റിലൊരാള് ആളും ഒരുപോലെ തന്നെ പിന്നെ OBC എന്നാണോ പറയുന്നത്, SC/ST OBC. അപ്പോൾ ഈ SC/ST ഉള്ള ഒരാളും അല്ലെ ഈ ജനറലുള്ള ആളും, ഈ ജനറലിലെ ആൾക്ക് ചിലപ്പോൾ ഒരു 95 മാർക്കൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റേ SC/STക്കുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു 50-55 ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഈ ഇതിന് കിട്ടണ മുൻഗണന SC/STക്കാണ് സീറ്റ് കൊടുക്കുക. അത് ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ +1 +2 കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ എത്ര കോളേജ് വെച്ചിട്ട് നമുക്കൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയിരുന്നേ. അവിടെയൊക്കെ മീൻസ് മെജോറിറ്റി ഓഫ് ദ സീറ്റ്സ് ഈ SC/ST, അതായത് +2 നമ്മുടെ പോലെ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ജനറൽ ഉള്ളവർക്ക്
അത് ഈ ഒരു 10ാം ക്ലാസ് വരെ എന്നാ പ്രശ്നമില്ല. 10 കഴിഞ്ഞ് +1 തൊട്ട് പിന്നെ ഫുൾ അതാണ്. നമുക്ക് എവിടെ എന്ത് കാര്യത്തിന് വെച്ച് കഴിഞ്ഞാലും മെജോറിറ്റി SC ST OBC. സർക്കാർ ജോലിക്ക് കയറണമെങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പൊ. അതിന്റെ ഒക്കെ ഒരു തിരുത്തു വരേണ്ട ഒരു സമയം വല്ലാതെ കഴിഞ്ഞിട്ട്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ തരംതിരിക്കുവല്ല, കാരണം എല്ലാത്തിനും ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് മാത്രം ഈക്വാലിറ്റി പറഞ്ഞ് തരംതിരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു കാറ്റഗറി സംഭവം ഈ താഴ്ന്ന ജാതിക്കാര് അല്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരു മുൻകാലത്ത് നല്ലോണം അവരോട് സഫർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങള്. അത് ഒക്കെ ഓക്കെയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ബട്ട് അത് വെച്ച് ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഇവർക്ക് മാത്രം പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവത്തിനോടാണ് എനിക്ക് ചോദിക്കാൻ. സഫർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവര് കാരണം ബാക്കിയുള്ളവരെ സഫർ ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പൊ ഈ ജനറൽ ഇരിക്കുന്ന ആൾക്കാരായാലും എല്ലാം ഇപ്പൊ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാവരും കാശുള്ളവരല്ല, കൊമ്പത്തിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല ജനറൽ ഇരിക്കുന്നവര്. എന്തോ ഈവൻ ടോപ്പ് ഈ OBC അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരും നല്ല അപ്പോർഡായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു കാസ്റ്റിന്റെ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് അപ്പോഴും പ്രയോറിറ്റിയാണ്. അതേ സമയത്ത് തന്നെ ഈ ജനറലിൽ പഠിക്കുന്ന പിള്ളേര് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് ഭയങ്കര താഴെ ഇതായിട്ടുണ്ട്. അത് അവര് കാസ്റ്റിന്റെ ഒരു ഇതിന്റെ മേലെ മാത്രമായിരിക്കും ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് പെട്ടിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോഴും അവർക്കൊരു ആനുകൂല്യമില്ല. അവര് പഠിച്ച് അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ അവര് പഠിച്ച് ഉള്ള പിള്ളേരുണ്ടാവും, നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള പിള്ളേരുണ്ടാവും. എന്നിട്ടും അവർക്ക് സീറ്റില്ല. ആ സമയത്ത് SC ST OBC ഉള്ള ആൾക്കാർക്ക് പഠിച്ചാലും ജസ്റ്റ് പാസ് ഉള്ള പിള്ളേർക്ക് വരെ സീറ്റാണ്. അത് ഫസ്റ്റ് വെക്കണ അലോട്ട്മെന്റ് എവിടെയാണ്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടെ കിട്ടുകയാണ്. നമ്മൾ അതുപോലെ ഈ ജനറലത്തെ പിള്ളേര്, നമ്മളെപ്പോലുള്ള ജനറലത്തെ പിള്ളേര് എല്ലാവരും നമ്മളൊരു 10 സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഒരു സ്ഥലത്ത് കിട്ടണേ. അത് ചിലപ്പോൾ നമ്മുടെ വീട് തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണത് വല്ല പാലക്കാടൊക്കെ പിന്നെ എടുത്താ മറ്റേ എന്താ പറയാ കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, അവിടെയൊക്കെയാണ് ഇത്തെ കോളേജുകളിലൊക്കെയാണ് സീറ്റ് ഇട്ടത്. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെച്ച്, അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. അതൊക്കെ ചക്കവായി എന്ന് പറഞ്ഞ പോലെ വെച്ച് കിട്ടിയാ കിട്ടി, ആ ഒരു സെറ്റപ്പാണ്. സോ അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ സാലറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഈ കാര്യങ്ങളിലും സാലറിയുടെ കാര്യം പറഞ്ഞ വേറെ ഒന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കാറ്റഗറി അല്ല, ഞങ്ങളുടെ കാറ്റഗറി എടുക്കണ്ട, ഒരു സാധാരണ ഒരു കുട്ടി ഒരു ജോബ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പഠിച്ചിറങ്ങുമ്പോൾ ചെലവാക്കുന്ന 10 ലക്ഷം രൂപയുടെ മേളിലാണ്. സാധാരണ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുട്ടി ചെലവാക്കുന്ന, അവരുടെ വീട്ടുകാർ ചെലവാക്കുന്ന 10 ലക്ഷം രൂപയുടെ മേളിലാണ് അവരുടെ എഡ്യൂക്കേഷൻ. ഏറ്റവും കുറഞ്ഞ LKG തൊട്ട് ഇങ്ങനെ അല്ലല്ല, LKG തൊട്ടല്ല, ഒരു +2 തൊട്ട് കൂട്ടി, +1 തൊട്ട് കൂട്ടി, +1 തൊട്ട് ഡിഗ്രി കഴിഞ്ഞ് PG കഴിയുന്നവരെയുള്ള കാലം ഞാൻ പറഞ്ഞു. ഏറ്റവും കുറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞ ഒരു PG കഴിയുന്നത് പ്രൈവറ്റ് ഒക്കെ എടുത്തിട്ട് പഠിക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് ചെലവാക്കുന്നത്. അത്രയും ചെലവാക്കി പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് കിട്ടുന്ന സാലറിയാണ് 10,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും സ്റ്റാർട്ടിങ്ങിലല്ലേ അത് കുറച്ചേ മാറുന്നു. ഈ കുറച്ച് കഴിഞ്ഞിട്ട് മാറുന്ന പറഞ്ഞാൽ ഈ 10,000 ഒരു 20-25,000 ആവാൻ വേണ്ടിട്ട് ചുരുങ്ങിയത് 5 കൊല്ലം 6 കൊല്ലം എടുക്കും. ചുരുങ്ങിയത് 5 കൊല്ലം 6 കൊല്ലത്തിനുള്ളിൽ അതിലും ഈ 6 കൊല്ലത്തിലും കിട്ടാത്ത ആൾക്കാർ ഇഷ്ടം പോലെയാ. മിക്ക കമ്പനികളിലും ഒരു ഇയർലി ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ 500 രൂപ 750 രൂപയൊക്കെയാണ്. ഈ 11,000 ആദ്യത്തെ കൊല്ലം കിട്ടി, രണ്ടാമത്തെ കൊല്ലം 11,500 കിട്ടുന്നുള്ളൂ. അതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ എനിക്കറിയുന്നൊരു പുള്ളി ഒപ്റ്റിക്കലിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളി ഇപ്പൊ ഒപ്റ്റിക്കൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷം 7 വർഷം 7ാമത്തെ വർഷം പറയുന്നത്. പുള്ളി കേറിയ അന്നത്തെ സാലറി ആണ് ഇപ്പോഴും പുള്ളി മേടിച്ചോണ്ടിരിക്കുന്നത്. ഈ 7ാമത്തെ വർഷം പുള്ളി ഇതുവരെ ഒന്നുമില്ല. അപ്പൊ ആളൊന്നും ചോദിച്ചിട്ടില്ല. പുള്ളി ചോദിക്കും, ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻക്രിമെന്റ് ആണ്, കൂട്ടിത്തരാം. ഇതുവരെ കൂട്ടി കിട്ടിയിട്ടില്ലല്ലോ. ടാർഗറ്റ് മുട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ 4,000 രൂപ കിട്ടും, അല്ലാതെ വേറെ ഇൻസെന്റീവ് ആയിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല പുള്ളിക്ക്. അതാണ് പുള്ളിയുടെ വരുമാനം ഈ 6-7 വർഷമായിട്ട്. ഇപ്പൊ ആലോചിക്ക്, ഒരു ഒപ്റ്റിക്കൽസിൽ, അതും എനിക്ക് തോന്നുന്നു തൃശ്ശൂര്, കോയമ്പത്തൂര്, എറണാകുളം ഭാഗത്ത് ഫേമസ് ആയ ഒപ്റ്റിക്കൽ, ഇത്രയും ഭാഗത്ത് ഫേമസ് ആയ ഒപ്റ്റിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, ആ ആൾക്ക് കിട്ടുന്ന സാലറി ആണത്. 7 വർഷം ഫിക്സ് സാലറി പോലെ ഇല്ല. എന്നാ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കൂടെ അസിസ്റ്റന്റ് ഒരു ഫ്രഷർ വന്നു, പുള്ളിന് ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ ഇതിലേക്ക് ഇടുമല്ലോ, പുള്ളിക്ക് 40 കൊടുക്കാന്ന് പറഞ്ഞു. 40 കൊടുക്കാന്ന് സാലറി കൂടുതലാണ്. ഈ പുള്ളിക്ക് കിട്ടുന്ന സാലറി ഞാൻ പറയണില്ല, ഇതിനും കുറവാ, 40-നേക്കാളും കുറവിന്റെ കുറവാ ഈ പുള്ളിക്ക് കിട്ടുന്നത്. പുള്ളിക്ക് 40 കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇത് എന്ത് കാറ്റഗറിയിലേക്ക് കൊടുക്കുന്നതെന്ന് ഇവർക്കും മനസ്സിലായി. സെയിം വർക്കും കാര്യങ്ങളൊക്കെ സെയിം വർക്ക്. ഇവൻ എക്സ്പെൻസർ ആണ്, ഇവൻ എക്സ്പെൻസർ അല്ല. എക്സ്പെൻസ് അല്ലാത്ത ഒരാൾക്ക് 40 രൂപ ഒരു പുതിയ ഒരു സ്ഥാപനം ഒരു സ്ഥലത്തിട്ട്, അവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് അവിടേക്ക് പോകാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവൻ അവിടേക്ക് എടുക്കുകയാണെങ്കിൽ 40 രൂപ കൊടുക്കാന്ന്.
ആ 40 ഇവൻ ചോദിച്ചു, ഇവൻ അവിടെ പോവാൻ പറ്റില്ല, നിനക്ക് തരാനും പറ്റില്ല, നീ പോവാൻ വേണ്ട, ഇവൻ അവിടെ കിടന്നാൽ മതി. ഓരോ കമ്പനിയിലും അത് മിക്ക കമ്പനികളിലും ഇങ്ങനെയാണ്. അതായത് ഞാൻ ലോജിസ്റ്റിക്സാ പഠിച്ചത്, നമുക്കറിയാലോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കയറിയ കമ്പനി പ്രമുഖ കമ്പനിയാണ്. അത് കേരളം ഒട്ടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ഒരു കമ്പനി, അറിയപ്പെടുന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ വെയർ ഹൗസിലാണ് എനിക്ക് ലോജിസ്റ്റിക്സ് ആയിട്ടിൻ്റെ ഭാഗമായിട്ട് ജോലിക്ക് ഫസ്റ്റ് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കയറിയ സമയത്ത്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് അറിയത്തില്ലല്ലോ, പല കാര്യങ്ങളും നമുക്കറിയത്തില്ല. അപ്പോൾ എസ്പെഷ്യലി സാലറി കാര്യം. അവരെ ഫസ്റ്റ് നമ്മുടെ ഒരു പാക്കേജ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് അപ്പോഴും ഓക്കെ, കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് അന്ന് അവർ പറഞ്ഞത് ഇൻ്റർവ്യൂവിലെ സമയത്ത് ഇത് ഈ സാലറി ഇപ്പം നോക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ കയറി വരും, അത് ഇത് നിങ്ങളുടെ സ്കില്ല് നോക്കാനുള്ള സംഭവമാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മളത് വിശ്വസിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോവാണ്, ആദ്യമായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി കിട്ടുകയാണ്. നമ്മൾ ഓക്കെ ഡീലാണ്, എല്ലാം സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ആൾക്കാരൊക്കെ ആയിട്ട്, അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 4 പേര് ഒരുമിച്ചിട്ടാണ് നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ട് ഞങ്ങൾ തന്നെ 3 പേരെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ബാക്കി 2 പേരെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഇങ്ങനെ ഒരാഴ്ചയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ ഓരോരുത്തർ ആൾക്കാരായിട്ട് സംസാരിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെറിയ കമ്പനി ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും കുറേ ഡൗട്ട്സ്, ഈ സാലറിനെ പറ്റിയിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 4 വർഷമൊക്കെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, 4-5 വർഷമായിട്ട് ഒരു ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ സാലറിയുടെ കാര്യം ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര കുറവാണ്, അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൂട്ടി കിട്ടുന്നൊക്കെ അന്ന് മാനേജർ സാറ് പറഞ്ഞ HR അന്നങ്ങനെയാണ് പറഞ്ഞത്. ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കിട്ടുമായിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു കൊല്ലം നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഞങ്ങളെ എന്നെ നോക്കിയിട്ട് പുച്ഛമനോഹരത്തോടെ ചിരി ചിരിച്ചു. എനിക്കത് ഞങ്ങൾക്കത് മനസ്സിലായില്ല. മൂപ്പരാളിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ നിൽക്കുക. ഞങ്ങളിങ്ങനെ ചോദിച്ചു, എന്താ എന്തെങ്ങനെ ചിരിക്കണേ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ അടുത്തും പറഞ്ഞേ. എനിക്ക് അന്ന് ഞാൻ 4 കൊല്ലം മുന്നേ എനിക്കൊരു സാലറി അവർ പറഞ്ഞിട്ടാണ് നമ്മൾ കയറണേ. ആ സാലറിന്ന് 4-5 കൊല്ലം കൊണ്ട് എനിക്ക് ആകെ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് 1100 രൂപയാണ് 4-5 കൊല്ലം പണിയെടുത്ത ഒരാൾക്ക്. അതില് എന്ത് ലാഭമുണ്ടെന്നാ പറഞ്ഞേ? ഒരു ലാഭമില്ല. കമ്പനിക്കാർക്ക് നല്ല ലാഭമുണ്ട്. ഈ കമ്പനിയാണ് ഈ പേര് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഹിന്ദി വരാം. കേരളത്തിൽ ഭയങ്കര പ്രശസ്തമായ ടെക്സ്റ്റൈൽസും ഹൈപ്പർ മാർക്കറ്റ് ജുവലേഴ്സ്, പിന്നെന്താ ടൂറിസം, എല്ലാം ഉള്ള കമ്പനിയാണ്. ബിൽഡിംഗ്. അതേപോലെ തന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു 8 കൊല്ലം എന്തോ ആയിട്ടുള്ള. ആ ചേച്ചിക്കും ഇതുപോലെ 8 കൊല്ലം ആണ് ആ ചേച്ചി ആയിട്ട് 8 കൊല്ലം എന്തോ ആ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി ആ കയറിയ ശമ്പളത്തിന്ന് പിന്നെ 8 കൊല്ലം വർക്ക് ചെയ്തിട്ട് 4000 രൂപ എന്താണ് ചേച്ചിക്ക് 8 കൊല്ലം കൊണ്ട് കിട്ടിയ ഇൻക്രിമെന്റ്. 4500 രൂപ അടുത്ത് എന്താണ് ചേച്ചിക്ക് ഇൻക്രിമെന്റ് കിട്ടിയത്. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി. അത് കേട്ടപ്പോ തന്നെ നമ്മുടെ ബുദ്ധി പോയി. നമ്മൾ ഓക്കെ ശരി, നമുക്ക് പറ്റത്തില്ലല്ലോ, ഇല്ല നമുക്ക് പറ്റില്ല. നമ്മൾക്ക് ആ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് 500 രൂപ കൂടുതലിട്ട് എടോ എന്തിനടാ വീട്ടില് പറമ്പിൽ കിടക്കുന്ന തേങ്ങ പെറുക്കി വിറ്റ് ഇത് കൂടുതൽ കാശ് കിട്ടും. എടാ ഇപ്പൊ ഞങ്ങൾക്കെന്ന് ബാംഗ്ലൂർ ജോലി കിട്ടിയത് അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ഇന്റർവ്യൂ പാസ്സായി, ബാംഗ്ലൂർ ജോലി കിട്ടി, ഞങ്ങൾ ജോലിക്കായിട്ട് പോയി. സാലറി വെച്ചപ്പോ 8,000 രൂപ. ബാംഗ്ലൂര് കെമ്പഗോഡ. ഞാൻ കെമ്പഗോഡയില് ഞങ്ങൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പ്രശസ്തമായ കൊച്ചി എയർപോർട്ടിൽ എന്റെ കാര്യം പറഞ്ഞത്. കൊച്ചി എയർപോർട്ടിൽ ഞങ്ങള് പഠിച്ചിറങ്ങിയ സമയത്ത് അവിടെ വന്ന വേക്കൻസിയുടെ സാലറി 5,000 രൂപയായിരുന്നു ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്. ഇത് 8,000 രൂപ. അതും ബാംഗ്ലൂരിൽ നിന്ന് ചോദിക്കണം. അവിടെ PGക്ക് കൊടുക്കുന്ന 5,000 രൂപ. ഒരു മാസം PGക്ക് ഏറ്റവും കുറഞ്ഞ 5,000 രൂപയുടെ. അത് കൊടുത്തിട്ട് ബാക്കി എന്തായാലും ഒന്നുമില്ല. വീട്ടിൽ നിന്ന് അങ്ങോട്ട് വാശ കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയാവും. അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഭയങ്കര പരിതാപകരം. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാലറിയുടെ കേസൊക്കെ വളരെ ഭയങ്കര മാറ്റം വരുത്തേണ്ട ഒരു സംഭവമാണത്. സാലറി കേസ് അൺസ്കിൽഡിനാണെങ്കിൽ ഇത്ര, സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര, പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇത്ര. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കളിക്കണം. അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നല്ല പറയണേ. അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയി തോറുന്നോറും അൺസ്കിൽഡ് ആണെങ്കിൽ എനിക്ക് അൺസ്കിൽഡ് സാലറി ഉണ്ട്. അൺസ്കിൽഡ് ഞാൻ സ്കിൽഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സാലറി കൂട്ടണം. ഞാൻ സ്കിൽഡ് ആണെങ്കിൽ അൺസ്കിൽഡ് ആയിട്ട് കേറുന്ന ഒരാള് ആളുടെ പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ ആള് ഓക്കെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് വന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഒന്നുമില്ല ഉള്ള സാലറി കൊടുക്കാം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ അതൊക്കെ പിന്നെ കമ്പനിയുടെ ചോയ്സാണ്.
അതല്ലാതെ ഒരു അത്യാവശ്യം പ്രൊഫഷണലി സ്കിൽഡായി വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളും കൊടുക്കണം. കയറുമ്പോൾ സാലറിയാണ് ചാവണ കൊടുക്കുന്ന സാലറി സ്കെയിൽ ഇൻക്രിമെന്റ് കൂട്ടണം, ഇതൊക്കെ കൂട്ടേണ്ട ആവശ്യം ഉണ്ട്. അല്ലാതെ കയറുമ്പോൾ ഒരു സാലറി 10 വർഷം കഴിഞ്ഞാൽ അതേ സാലറി ഇൻക്രിമെന്റ് അത്ര തന്നെ സ്റ്റേഫിന്റെ അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിലൊന്നും കിട്ടാൻ പോണില്ല. അതിൽ ആ കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാവും, അല്ലാതെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ലാഭം? ഒന്നുമില്ല. ചുമ്മാ പട്ടിപ്പണി എടുത്ത് ഇങ്ങനെ ജീവിക്കാം, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൽ കിട്ടാൻ. അപ്പൊ ഇനി അടുത്ത ഗവൺമെന്റ് ഒക്കെ ഏതാ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കുക. അതിന് വേണ്ടിട്ട് ഇപ്പൊ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആൾക്കാര് ജസ്റ്റ് ഈ സെലിബ്രിറ്റീസിന്റെ ഫേസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്കും അത് പറയാനുണ്ട്. സെലിബ്രിറ്റിയുടെ ഫേസ് കണ്ടിട്ടോ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുടെ കാട്ടിക്കൂട്ടിനോട് എളുപ്പല്ലോ. അയ്യന്റെ മോനി ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചിട്ട് മറ്റേ കയ്യില് മറ്റേ വാളും വരികയൊക്കെ വെച്ചിട്ട് അയ്യന്റെ ഭഗവാന്. അവന്റെ ഉള്ള വിലയും കൂടി ഇപ്പൊ ഇതിൽ കളഞ്ഞു കിട്ടുവന്, അല്ലാതെ വേറെ ഒന്നും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കേമായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇതും കൂടി കഴിഞ്ഞപ്പോ പൂർണ്ണഗത എത്തിയിട്ടുണ്ട്. ജയ് ശ്രീറാം പാട്ടിനെ കുറ്റം പറയില്ലേ? അല്ല, ഞാൻ ജയ് ശ്രീറാം മോശം പറഞ്ഞ വെച്ചാൽ കാട്ടിക്കൂട്ടലുകൾ അമ്മാരിയാണ്. ഞാന് ഞാൻ നോക്കുമ്പോ തലയിൽ തുപ്പിച്ച് കയ്യില് വാളൊക്കെ വെച്ചിട്ട് അടിപൊളി. BJP പാർട്ടി മോശമാണെന്നല്ല പറഞ്ഞു, പക്ഷെ BJP പാർട്ടിയിലുള്ള 1-2 ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കയ്യിലിരിപ്പ് കാരണം മോശമായി വരുന്നത്. ഇപ്പൊ ഈ സെലിബ്രിറ്റികളെ വെച്ചിട്ട് ഇപ്പൊ ഈ സെലിബ്രിറ്റീസിന് വെറുതെ ഇനി പാർട്ടിക്കാർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിന്റെ ഫേസ് വെച്ചിട്ട് വോട്ട് വലിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജയിച്ചു വരുന്ന സെലിബ്രിറ്റീസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ മറ്റേ എന്താ പറയാ ആ ഒരു സെക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ഫുള്ള് ഭരിക്കണ്ടാവുക. ഇവരെ മുൻനിർത്തിയിട്ട് ബാക്കുന്ന ആരെങ്കിലും മറ്റേ പാവേനെ മറ്റേ നൂല് വെച്ച് ചരട് ഭരിക്കുന്ന പോലത്തെ പരിപാടി തന്നെയാണ്. അതൊക്കെ ബുദ്ധി വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധാരണക്കാരനും മനസ്സിലാവേണ്ട. കഴിഞ്ഞ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചിട്ട് കണ്ടില്ലേ മക്കളെ? മതിയായില്ലേ ഇനിയും ഇനി അടുത്തത്. അതായത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്ക് ഏരിയ, അതായത് ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ആ ഭാഗത്തുള്ള ഏരിയയിൽ ന്യൂസിൽ പറഞ്ഞ അവിടുത്തെ 20% ആൾക്കാർ വോട്ട് ചെയ്താൽ പോലും ഒരു പാർട്ടി ജയിച്ചു പോകും. പക്ഷെ വോട്ട് ചെയ്യില്ല. കാരണം അവർക്ക് അന്നത്തെ ദിവസം വർക്ക് ഉണ്ട്, അവർ വോട്ട് ചെയ്യാൻ വരില്ല. അല്ലടാ, പക്ഷേ ഇപ്രാവശ്യം ഇലക്ഷൻ എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വീട്ടിൽ പോകും. അതായത് പ്രൈവറ്റ് അങ്ങനെ അല്ല, അവർക്ക് ഇപ്പൊ വോട്ടൊക്കെ അല്ലടാ. ഞാൻ ചോദിക്കട്ടെ, ഈ ടെക്നോ പാർക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ വീടുകളിലല്ലോ ലൊക്കാലിറ്റിയിലല്ലോ, വേറെ പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. അവർക്കൊക്കെ അവരവരെ സ്ഥലങ്ങളിലല്ലേ വോട്ട് വരുന്നത്. കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം അവർ വോട്ട് ചെയ്യാനായിട്ട് അവർ ആ ദിവസം എൻജോയ് ചെയ്യാൻ പോകും. അത് ഇങ്ങനെ വോട്ടിംഗ് ഒക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വോട്ട് ചെയ്യണം. അതായത് എന്തിനു ചെയ്യണം? ഇപ്പൊ നമ്മുടെ ഒരു യൂത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലത്തെ ആൾക്കാരുടെ ഒരു പലപ്പോഴായിട്ട് ഞാൻ കണ്ടൊരു സംഭവമാണ്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, ഞങ്ങൾക്ക് പാർട്ടിയില്ല. പൊളിറ്റിക്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വേറൊരു വഴി കൂടെ പൊളിറ്റിക്സ് നമ്മളെ എപ്പോഴും ബാധിക്കുന്ന ഒരു സംഭവം. അതല്ല പൊളിറ്റിക്സ്. എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, അവരുടെ പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ട്, ഉണ്ടാവണം എന്നാണ്. നമ്മള് പൊളിറ്റിക്സിനെ തേടി പോയില്ലെങ്കിലും പൊളിറ്റിക്സ് നമ്മളെ തേടി അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന. നമ്മളൊരു പാർട്ടിനെ ഒരു പെട്രോളിന് വില കൂടുന്നതോ അല്ലെങ്കിൽ വില ഈ GSTയുടെ ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ തലയിലെ വരികയാണ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിന് വില കൂടുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്, അതൊരു പൊളിറ്റിക്സാ. നമ്മൾ ചോദ്യം ചെയ്യുന്നത് പൊളിറ്റിക്സ് കൊണ്ട് കൂടുന്നു. കാരണം ഞങ്ങൾ എന്ത് കാരണം കൊണ്ട് കൂടുന്നു എന്ന് അറിയണമെങ്കിൽ അത് നമ്മുടെ എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ആൾക്കാരെല്ലാരും കൂടെ കുറച്ചും കൂടെ ഒന്ന് പൊളിറ്റിക്സിലേക്കും കാര്യങ്ങളിൽ ഇറങ്ങണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് പോണ സെറ്റപ്പ് അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കണം, ഇതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള. നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത പോലെ കണ്ടോ പാർട്ടി കണ്ടോ വോട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിയുടെ കളർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു അവിടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളുടെ മുഖം കണ്ടിട്ടോ വോട്ട് ചെയ്യാൻ നിൽക്കാതെ, അതായത് ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന ആള് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ നാടിന് നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉപയോഗിച്ചിട്ട് വേണം എല്ലാവരും വോട്ട് ചെയ്യാനും. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഏജിലുള്ളതോ നമ്മുടെ താഴെയുള്ള ഏജിലുള്ള ആൾക്കാർക്കും എന്താ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയും. എല്ലാവർക്കും അവരുടെ പൊളിറ്റിക്സ് വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത് ഇലക്ഷൻ നമുക്കിപ്പോൾ നമ്മുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കാൻ പറ്റുന്ന അവസരമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം. നമ്മുടെ കൈവരലാണ് ഇത് ഇരിക്കുന്നത്. ഇത് ജയിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇതിലാണ് ഇനി അടുത്ത 5 വർഷം അത് എല്ലാരും ചിന്തിക്കുക. ഒരാളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം ഇനി അടുത്ത ആളെ നമ്മൾ സഹിക്കണം. സഹിക്കണേന്ന് വെച്ചാൽ ജയിക്കുന്ന ആള് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്ത് നല്ലത് കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളൊരു
പറ്റണ ഒരാളെ ഇപ്പോഴത്തെ പാർട്ടി, അതായത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശം എന്നല്ല പറഞ്ഞത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹൈവേ മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ആണോ? ചിലത് സെൻട്രൽ ഗവൺമെന്റ്. പെൻഷൻ അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന പിന്നെ പെൻഷൻ കിട്ടി തുടങ്ങി കുറെ പെൻഷൻ. പക്ഷേ ഈ അവസാന കൊല്ലത്താട്ടാ പെൻഷൻ. അല്ല, മീൻസ് 600 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 2000 നിൽക്കണമെങ്കിൽ അത് വരെ കാരണം ഈ 600 രൂപ ഉണ്ടായിരുന്ന സംഭവം കിട്ടിയിട്ടുമില്ല പകുതി ആൾക്കാർക്ക്. അത് കിട്ടാതിരുന്ന കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. ഇവര് ഒരു സൈഡിൽ കൂടെ നന്മയും ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകുന്നുമുണ്ട്. അതാണ് ഇവർക്ക് പറ്റുന്നത്. ആ കയ്യിൽ നിന്ന് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നല്ല പാർട്ടിയാണ് ഇവര്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരും ആരുടെയും അടിമയല്ല, ആരും ആരുടെ അടിമകളായിട്ട് ഇരിക്കുന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും പെരുമാറാതിരിക്കുവാണെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിൽ അതെ എല്ലാരും നല്ലോണം ആലോചിച്ച് തീരുമാനിച്ച് വോട്ടിൽ പോയി കുത്തുക. എല്ലാരും വോട്ട് ചെയ്യാതെ ആരും ഇരിക്കരുത്. അത് നമ്മുടെ ഒരു അവകാശമാണ്. എനിക്ക് വോട്ടില്ല. വോട്ടർ പട്ടികയിൽ എന്റെ പേരില്ല. എന്റെ പേരില്ല. വോട്ടും കിട്ടിയില്ല. പേരില്ലാത്ത കുറെ പേരുണ്ട് കേട്ടാ. അതായത് ഈ കഴിഞ്ഞ 2 വോട്ടല്ലാതെ ഇതിന് മുന്നിൽ വോട്ടിങ് വന്നില്ലായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും പേരില്ല. അത് കുറെ പേര് ഇഷ്യൂസ് ആയിട്ട് റേസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു ക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറെ പേരുടെ പേരില്ലടാ. വോട്ടർ ഐ ഡി ഉള്ള ആൾക്കാരുടെ തന്നെ കുറെ ആൾക്കാരുടെ പേരിലില്ല. എനിക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ വോട്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ എന്റെ പേരില്ല. അതെന്താണ് അതിന്റെ തിരിമറി എന്നുള്ളത് അറിയില്ല. മറ്റേ കുറെ പേരുടെ പേര് അങ്ങനെ ഇല്ല, കുറെ ആൾക്കാരുടെ ഇല്ല. എനിക്ക് തോന്നുന്നു മറ്റേ കുറെ ഇപ്പൊ സെലിബ്രിറ്റീസ് 1-2 ഇല്ല. അത് മറ്റേ ലക്ഷ്മിപ്രിയ ആ ബിഗ് ബോസിലൊക്കെ പൊളിറ്റിൽ കയറി പോയിട്ട് അന്ന് തന്നെ പുള്ളി ഇതായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ സമയത്താണ് അറിയണത് വോട്ടർ പട്ടികയിൽ പെട്ടില്ലേ സ്വാമിനാഥ, അതാ പോണു. വീണ്ടും കേറിപ്പോയി ബുള്ളറ്റില്. മൂപ്പരാളുടെ പോസ്റ്റർ ഒട്ടിച്ച പോസ്റ്റർ തിരിച്ച് കീറി പറിച്ചിട്ട് കൊണ്ടുപോകും. വിഷമായി പാവം. മൂപ്പരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും മാസായി വന്നതായിരുന്നു, കളഞ്ഞു. അതായത് കുപ്രാശം കൂടുതൽ സെലിബ്രിറ്റീസും എല്ലാരും BJP എന്നാണ്. അതെ BJP നയതന്ത്രമാണോന്ന് അറിയില്ല. ഈ സെലിബ്രിറ്റീസിനെ പിടിക്കുന്നതും ഈ ട്രാൻസ്ഫോമേഴ്സിനെ പിടിക്കുന്നതും വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നൊരു കുപ്രസിദ്ധിയായിട്ട് കേട്ടു. അങ്ങനെയാണെങ്കിൽ അത് വില പോകത്തില്ലായിരിക്കും മിക്കവാറും. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, ഇനി അങ്ങനെ ഇതൊക്കെയാണ് ഇലക്ഷന്റെ കാര്യങ്ങള്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ വോട്ട് വൈസ്ലി എല്ലാരും വോട്ട് ചെയ്യുക. വോട്ടിങ് നമ്മുടെ ഒരു അവകാശമാണ്, അത് വെറുതെ കളയരുത് ഇന്ന് ഉപേക്ഷിക്കുന്നു. പിന്നെ വാറിന്റെ സംഭവങ്ങൾ തന്നെയാണ് പിന്നെയും വേറെ പറയാനായിട്ടുള്ളത്. ഓവറായിട്ട് വെറുതെ പാനിക് ആവാതിരിക്കുക. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പോ എല്ലാവരും പോസിറ്റീവ് മൈൻഡില് എടുക്കുക. പിന്നെ കുറെ പേർക്കും ഫയറിങ്ങും കാര്യങ്ങളൊക്കെ കുറെ കമ്പനികൾ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സാലറി അബ്രോഡ് വർക്ക് ചെയ്യുന്ന കുറെ പേർക്ക് സാലറിയുടെ എന്തോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അതും പറയണ കേൾക്കുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുക. വാറൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില് പ്രാർത്ഥിക്കാന്നല്ലാതെ നമുക്ക് അതിൽ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഈ ഗവൺമെന്റുകളെ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമല്ലേ, അതിൽ നമുക്ക് ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. സോ എല്ലാരും പ്രാർത്ഥിക്കുക. എല്ലാരും നമ്മുടെ എന്താ പറയാ ആൾക്കാർ അബ്രോഡുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ വാറ് കനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അത് ഇനിയും കനത്ത് വരുംതോറും ഓട്ടോമാറ്റിക്കലി നമുക്കും പ്രോബ്ലംസ് ആയിട്ട് വരും. നമുക്കിപ്പോ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പൊ മെജോറിറ്റി ആൾക്കാർ എല്ലാവരും അബ്രോഡാണ്. ഈ ഗൾഫ് കൺട്രീസിലാണ് ഇപ്പൊ മെജോറിറ്റി ആൾക്കാരെ ഉള്ളത്. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോ പ്രാർത്ഥിക്കാന്ന് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവർ വിളിച്ചൊരു സൗകര്യം ചോദിക്കാന്നല്ലാതെ വേറെ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മിസൈൽ അടി ഇപ്പൊ നല്ല അടി പൊട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും ഇങ്ങനെ പൊട്ടി കളിക്കാൻ. അതെ, എല്ലാരും ചോദിക്കും ചോറ് തിന്നണ്ടേ, ചത്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. സോ അതും കൂടെ ആലോചിക്കുക. ഈ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനുള്ള മാർഗം നോക്കുക. നാട്ടിലേക്ക് ബി വിത്ത് യുവർ ലവ്ഡ് വൺസ്. അല്ലാതെ വേറൊരു സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പൈസ വേണം, പൈസ വേണ്ടെന്നല്ല, എല്ലാവർക്കും പൈസയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അത് മാത്രം നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവൻ പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരാതെ നോക്കുക. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോക്ക് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക.
അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന പലവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് എത്തിച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ 86% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങളൊരു പ്രചോദനം തായോ. ഇത് എന്തുട്ടെ ഈ ഗഡ്യോളങ്ങൾ ഇങ്ങനെ നമ്മളിവിടെ കഷ്ടപ്പെട്ടു. ചില നേരം വീഡിയോ ഇട്ടിട്ട് മറ്റേ സാധനം ഇന്നത്തെ എത്ര വ്യൂസ് ആയി 4 കമന്റ് ഇറങ്ങി പോടപ്പട്ടി. ആ സെറ്റപ്പാണ്. നിങ്ങളൊരു പ്രചോദനം ഇല്ലാണ്ട് ഈ ആൾക്കാർ നിങ്ങൾ ശരിയല്ല കേട്ടോ. ഞാൻ കരയും. കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇത്ര കണ്ട മൈക്കിന്റെ കോലൊക്കെ മേടിച്ചിട്ടുണ്ട്. കോലൊക്കെ മേടിച്ച് വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരാള് കാണാല്ലേ എന്ന് സങ്കടാവില്ലേ? വിഷമാവില്ലേ? ആവില്ലേ? നല്ല വിഷമുണ്ട്. നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ മറ്റേ സൗണ്ട് അടിപൊളിയാക്കാൻ വേണ്ടിട്ട് മറ്റേ സാധനൊക്കെ മേടിച്ച് കാശൊക്കെ പോയി. ഞങ്ങള് സൗണ്ട് കാർഡൊക്കെ മേടിച്ചത് കൊണ്ട് മൈക്ക് കോല് ചെയ്ത് മൈക്കൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ലൈക്ക് അടിക്കുക. എന്താണിത് സത്യം. അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കാണുന്ന ഒരു 80-90% ആൾക്കാരും 85% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ കുറെ കൊട്ടക്കണക്കിന് വ്യൂസ് ഉണ്ടായിട്ടില്ല. ബട്ട് ഈവൻ ദോ ഉള്ളതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ചാനൽ വളർത്തു. ഞങ്ങളുടെ ചാനലല്ല, നമ്മുടെ ചാനലാണ്. അപ്പോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനലൊന്നും മറ്റേ അലൻ ജോസ് പെരേര ഷൗട്ട് ഔട്ട് ആവും. അവൻ പോഡ്കാസ്റ്റ് തുടങ്ങി. അലൻ ജോസ് പെരേര പോഡ്കാസ്റ്റ്. അതിന് മുടിഞ്ഞ വ്യൂസ് ആയിരിക്കുമല്ലോ. അതിലൊരു ഇത് ബീപ്പിടും. ഞാൻ കാര്യം പറയാം. എഡിറ്റിംഗ് പിടിക്കാം. അവിടെ ഒരു മറ്റേ ആളെ കൊണ്ട് ഒരു ലേഡീനെ കൊണ്ടെടുത്തിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ആക്കി. അവന്റെ എല്ലാത്തിലും ഓരോ പെണ്ണുങ്ങളെല്ലാം കൊണ്ടെടുത്തിട്ട് അതെനിക്ക് മനസ്സിലായി. ആ അവനവന്റെ പൊട്ടത്തരം വെച്ചിട്ടാണ് അവൻ കാശ് ഉണ്ടാക്കണേ. അത് അവന്റെ കഴിവ്. ആട്ടനെ അസ്തമിച്ചു അല്ലേ? ചെറുതായിട്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. കണ്ടന്റ് ആക്കാം. അടുത്ത കണ്ടന്റ് ആക്കാം. അപ്പൊ ഇന്നത്തെ പോലെ അതിന്റെ ആണ്. സോ ഗൈസ് ബൈ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും ബൈ.